ഹൈടെക് മാനുഫാക്ചറിംഗ് ഫ്രെയിംവർക്കിന് തുടക്കം കുറിച്ച വ്യവസായ വകുപ്പ് പുതിയ വ്യാവസായിക നയത്തിന്റെ ഭാഗമായി ഉയർന്ന നിലവാരമുള്ള മാനുഫാക്ചറിംഗ് പ്രവർത്തനങ്ങൾക്കും അനുബന്ധ സേവനങ്ങൾക്കുമുള്ള മികച്ച ഇടമാക്കി കേരളത്തെ മാറ്റാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പദ്ധതി. ഉൽപ്പാദന മേഖലയിലെ നൂതന ഗവേഷണ വികസനം, ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ്, ടെസ്റ്റിംഗ്, സർട്ടിഫിക്കേഷൻ സേവനങ്ങൾ എന്നിവയുടെ ആഗോള കേന്ദ്രമാക്കി കേരളത്തെ മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾ, ഗ്ലോബൽ ടെക്നോളജി സെന്ററുകൾ എന്നിവയിലേക്കും ഡിസൈൻ, ഗവേഷണ വികസനം, സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിലേക്കും സംഭാവന ചെയ്യാൻ കഴിയുന്ന മികച്ച മനുഷ്യവിഭവശേഷി കേരളത്തിനുണ്ടെന്ന് മന്ത്രി പി രാജീവ്. 2025 ഓഗസ്റ്റ് വരെയുള്ള ലിങ്ക്ഡിൻ കണക്കുകൾ പരിശോധിച്ചാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന 40,000-ഓളം പ്രൊഫഷണലുകൾ കേരളം ആസ്ഥാനമായുള്ള കമ്പനികളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് റിവേഴ്സ് മൈഗ്രേഷൻ പ്രവണതയിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിലെ പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റാൻ സാധിക്കണം. പ്രൊഫഷണലുകൾക്കൊപ്പം കമ്പനികളും അവരുടെ ഉത്പാദന യൂണിറ്റുകൾ കൂടുതൽ അനുയോജ്യമായ പ്രദേശങ്ങളിലേക്ക് മാറ്റാൻ നിർബന്ധിതരാകും. വ്യവസായത്തിന് അനുസൃതമായ ചട്ടക്കൂട് സർക്കാർ ഒരുക്കിക്കൊടുക്കുന്നതിനൊപ്പം പിന്തുണയും ഉറപ്പാക്കുമെന്നും മന്ത്രി പി രാജീവ് ചൂണ്ടിക്കാട്ടി. ഹൈടെക് മാനുഫാക്ചറിംഗ് അനുസരിച്ച് ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതിനായി AMSMEകൾക്ക് ഉൾപ്പെടെ സർക്കാർ സഹായം ലഭ്യമാക്കുമെന്നും വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിക്ക് ഗണ്യമായി സംഭാവന ചെയ്യുന്ന ഉയർന്ന മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ഒരു മാർഗനിർദ്ദേശമാണ് ഹൈടെക് മാനുഫാക്ചറിംഗ് ഫ്രെയിംവർക്ക്. ചെറുകിട ഇടത്തരം സംരംഭങ്ങളിലും ബഹുരാഷ്ട്ര കമ്പനികളും ഗവേഷണ വികസന വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതിനൊപ്പം നിലവിലുള്ള ആവാസ വ്യവസ്ഥയെ പ്രയോജനപ്പെടുത്തി ഗവേഷണ വികസന വളർച്ച സാധ്യമാക്കാനും ഇത് സഹായകമാകും. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുക, ഉയർന്നുവരുന്ന സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ സംയോജിപ്പിക്കുക, ഡിജിറ്റൽ ദത്തതകൾ പ്രോത്സാഹിപ്പിക്കുക, സഹകരണ പ്ലാറ്റ്ഫോമുകൾ സ്ഥാപിക്കുക, പങ്കാളിത്ത മോഡലുകൾ വികസിപ്പിക്കുക എന്നിവയാണ് ഹൈടെക് മാനുഫാക്ചറിംഗ് ഫ്രെയിംവർക്കിന്റെ മറ്റ് പ്രധാന ലക്ഷ്യങ്ങൾ. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.